1975 33 പ്രോജക്റ്റുകളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 7007 പ്രോജക്റ്റുകളുണ്ട്, ICDS പ്രോജക്റ്റുകൾ ഇന്ത്യയിലുണ്ട്. 10-26 ലക്ഷത്തോളം വരുന്ന സഹോദരിമാരെ രംഗത്ത് ജോലി എടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ 66,000-ലധികം വരുന്ന സ്ത്രീകളാണ് അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരുമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, 50 വർഷത്തിന് മുമ്പ് കൊണ്ടുവന്ന ICDSൽ ജോലി ചെയ്യുന്ന ആ വർക്കറുടെ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന വേതനം 2720 രൂപയാണ് വർക്കർക്ക്. ഹെൽപ്പർക്ക് കൊടുക്കുന്ന 1350. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയാമോ ഇത്രയാണ് ഇവരുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവർ കൊടുക്കുന്ന സഹായമെന്ന്? ഇന്നവർക്കിപ്പോൾ 1000 കൂടി കൊടുക്കുമ്പോൾ 15,000 രൂപ. അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ല. 15,000 രൂപ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നു. ആശാപ്രവർത്തകർ 15,000 രൂപ വർക്കർക്കും 10,500 രൂപ ഹെൽപ്പർ. ആശാപ്രവർത്തകരെ ഗവൺമെൻറ് നിയോഗിക്കുന്ന ഘട്ടത്തിൽ അന്ന് ധനകാര്യമന്ത്രി ചിദംബരം പാർലമെന്റിൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നു, സന്നദ്ധ പ്രവർത്തകരാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന ജോലിക്ക് ചെറിയ എന്തെങ്കിലും ഒരു നാമമാത്രമായ ഓണററി ഒരു ഇൻസെൻറ്റീവ് മാത്രമേ കൊടുക്കാൻ കഴിയൂ. പക്ഷേ ആശമാരുടെ സംഭാവന എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. ഈ കേരളത്തിലാണെങ്കിൽ 26,000 ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ജോലിയെടുക്കുന്നത്. രാജ്യത്താകെ 10 ലക്ഷമാണുള്ളത്. ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് നമ്മുടെ കേരളമാണ്. ഇന്ത്യ ഗവൺമെൻറ് ഓണറേറി ഇല്ല, ഇൻസെൻറ്റീവ് നാമമാത്രമായ ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ 1000 രൂപ കൂടി വരുമ്പോൾ അവർക്ക് 9,000 രൂപ ആശാപ്രവർത്തകർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. പിന്നെ അവരുടെ ഈ ഇൻസെൻറ്റീവും അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പണം എല്ലാം കൂടി വരുമ്പോൾ ഒരു 14,000 രൂപയൊക്കെ അവരുടെ കയ്യിൽ കിട്ടും. സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ വലിയ സമരം തിരുവനന്തപുരത്ത് നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തെല്ലാം തെറ്റിദ്ധാരണയാണ് അന്ന് ആളുകളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് BJPയും കോൺഗ്രസും ഒക്കെ. നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിനകത്തിൽ കമാന്നൊരക്ഷരം മിണ്ടിയില്ല എന്ന് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ? ഏതെങ്കിലും ഒരു പത്രം നല്ലൊരു ലേഖനം എഴുതി നിങ്ങൾ കണ്ടോ? നമ്മളാണ് ശക്തമായി അവരുടെ ആവശ്യം പാർലമെന്റിന്റെ മുമ്പിൽ ഉന്നയിച്ചത്. അപ്പൊ ആശാ പ്രവർത്തകരെയും അംഗൻവാടി പ്രവർത്തകരെയും നമ്മൾ ചേർത്ത് നിർത്തുന്നു. പാചക തൊഴിലാളികൾ, ഞാൻ സ്കൂളിലെ ഭക്ഷണത്തെക്കുറിച്ച് മുമ്പേ പറഞ്ഞു. ഇന്ന് നല്ല ജോലിയാണ് അവർക്ക്, ഇല്ലേ? പലതരം കറികളും എല്ലാം ഉണ്ടാക്കണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. അവർക്ക് കൊടുക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം എത്രയാണെന്നറിയാം? 675 രൂപ ഒരാൾക്ക് ഒരു മാസം. നമ്മൾ 14,000 രൂപയായിരുന്നു, അത് വീണ്ടും വർദ്ധിപ്പിച്ചു. 25 രൂപയും കൂടെ നമ്മൾ വർദ്ധിപ്പിച്ചു ഒരു ദിവസം. ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ കൊടുക്കുന്നുണ്ടോ? ഛത്തീസ്ഗഡിലെ ഒരു സമരം നടന്ന ഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 3 സഹോദരിമാർ മരിച്ചു. ഛത്തീസ്ഗഡിൽ BJPയുടെ ഗവൺമെൻറ് ഒരു പാചക തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു ദിവസം കൊടുക്കുന്ന എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 56 രൂപ. അത് മുടക്കം വരുത്തുന്നു, കൊടുക്കുന്നില്ല അവർക്ക്. അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം ദീർഘദിവസമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അത്തരം സംസ്ഥാനങ്ങളിൽ അവരോട് സ്വീകരിക്കുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനം അവരെ ചേർത്ത് പിടിച്ച് നിർത്തിപ്പോകുന്നു. പ്രീ പ്രൈമറി ടീച്ചർമാരെ അവർക്കും 1000 രൂപ ഇത്തവണത്തെ ബഡ്ജറ്റിനകത്തിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്.